family, hello plus one students. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ക്യാരക്ടർ സ്കെച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിലെ എല്ലാ എക്സാംസിനായാലും സ്പെഷ്യലായിട്ട് എപ്പോഴും വരുന്ന ഒരാളാണ് ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്കോപ്പ് കൂടുതലാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ ഇതിൽ ഉള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? യങ് സീഗൾ ഉണ്ട്, അതുപോലെ തന്നെ മദർ സീഗൾ ഉണ്ട്. ഇവരുടെ രണ്ടുപേരും ക്യാരക്ടർ സ്കെച്ച് നമ്മൾ ചോദിച്ച് കാണാറുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതാം എന്നുള്ളൊരു കാര്യമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതാണ് ഇവിടെ മിസ് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ എന്ത് ചെയ്യണം? നോ ദ ക്യാരക്ടർ പ്രോപ്പർലി. ഒരു ക്യാരക്ടറിനെ പറ്റി ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ആദ്യം തന്നെ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് അറിഞ്ഞു വെക്കണം അല്ലേ? ആ ഒരു ക്യാരക്ടർ ആരാണ്, ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് അതിൻ്റെ റോള്, അതുപോലെ തന്നെ അതിൻ്റെ ഏജ് കൊടുത്തിട്ടുണ്ടോ, ആ ഒരു ക്യാരക്ടറിൻ്റെ ഏജ് കൊടുത്തിട്ടുണ്ടോ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്യാരക്ടറിനെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി എന്താണ്? ഫിസിക്കൽ അപ്പിയറൻസ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണ്? ആ ഒരു ക്യാരക്ടറിനെ സ്റ്റോറിയിൽ കൃത്യമായിട്ട് അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു ക്യാരക്ടറിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം? ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ അത് ആദ്യം തന്നെ ഉൾക്കൊള്ളിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മെയിൻ ക്യാരക്ടർ ആണോ, അല്ലെങ്കിൽ എന്ത് ക്യാരക്ടറാണ്, എന്ത് റോളാണ് ആ ഒരു സ്റ്റോറിയിലുള്ളത് എന്നുള്ളത് എഴുതുക. അതിനുശേഷം എന്ത് എഴുതുക? ആ ഒരു ക്യാരക്ടറിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ എന്താണ്? പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്ന് വെച്ചാൽ ആളുടെ ക്യാരക്ടർ എങ്ങനെയാണ്, ആളുടെ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയല്ലേ. ചിലർ ഭയങ്കര അറഗൻ്റ് ആയിരിക്കും, കൂൾ ആയിട്ടുള്ള ആളുകളുണ്ടാവും, കാം ആയിട്ടുള്ള ആളുകളായിരിക്കും, ഫ്രണ്ട്ലി ആയിട്ടുള്ള മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കാം. ഇങ്ങനെയുള്ള കുറേ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉണ്ടാവും അല്ലേ, അവരുടെ സ്വഭാവ സവിശേഷതകൾ. അപ്പോൾ അതാണ് പിന്നെ സ്റ്റേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അതിന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇൻസിഡൻസ് നിങ്ങൾക്ക് എടുത്ത് എഴുതാവുന്നതാണ്. സ്റ്റോറിയിൽ തന്നെ കാണിക്കുന്നുണ്ടാവും അല്ലേ, ആളെങ്ങനെ ഫ്രണ്ട്ലി ആണെന്ന് കാണിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് കോട്ട് ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ട് എഴുതാം. ഇനി എന്താണ്? ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ ബാക്കിയുള്ള പോയിന്റ്സ് ഈ ഒരു ക്യാരക്ടർ ഫീച്ചേഴ്സിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നല്ല മിസ് വീണ്ടും കൊടുത്തേക്കുവാണ്. ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ആളുടെ ബിലീഫ്സ് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ഇപ്പോൾ ലൈഫിന് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാണുന്ന ആളുകളുണ്ടാവും അല്ലേ, എന്ത് വന്നാലും കൂളായിട്ട് അതിനെ ഫേസ് ചെയ്യാം എന്ന് പറയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ്സ്, അവരുടെ ബിലീഫ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തിരിക്കണം. നെക്സ്റ്റ് എന്താണ്? ആക്ഷൻസ് ആൻഡ് ഇൻട്രസ്റ്റ്. ആ ഒരു ക്യാരക്ടർ സ്റ്റോറിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ഷൻ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഒരു ഇൻട്രസ്റ്റ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ സ്റ്റോറിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ക്യാരക്ടർ സ്കെച്ചിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ എന്താണ്? ഡെവലപ്മെൻറ്റ് ഓർ ട്രാൻസ്ഫോർമേഷൻ. ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ സ്റ്റോറിയിൽ അങ്ങനെ തന്നെ ഇങ്ങനെ ആയിരിക്കില്ല പോകുന്നുണ്ടാവുക അല്ലേ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച പോലെ ആയിരിക്കില്ല പോകുന്നുണ്ടാവുക. ക്യാരക്ടറിന് ചിലപ്പോൾ ഡൗൺഫോൾ വരുന്നുണ്ടാവും, എന്ന് വെച്ചാൽ എന്താണ്, അവർക്ക് ട്രാജിക് ആയിട്ടുള്ള എന്തെങ്കിലും മൊമെൻറ്റ്സ് വരുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്താണ്? അവസാനം ആ ഒരു സ്റ്റോറിയുടെ അവസാനം എന്താണ്? ആ ഒരു ക്യാരക്ടർ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ടാവും, എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടാവും. അങ്ങനെ വരുന്നതായിട്ട് ആ സ്റ്റോറിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എന്ത് എഴുതണം? ആ ഒരു ക്യാരക്ടർ അവസാനം മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ന ചേഞ്ചസ് ആണ് അതിന് വന്നത് എന്നുള്ളൊരു കാര്യം കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും എന്തിലെഴുതണം? ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. യെസ്, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന സ്റ്റോറി നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചതാണ്. അപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ ഇതിൻ്റെ സ്റ്റോറി അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ മദർ സീഗൾ ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. നമ്മൾ കണ്ടുല്ലേ, മദർ സീഗൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു, ഒരു അടിപൊളി ക്യാരക്ടറായിരുന്നു അല്ലേ. നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ വഴക്ക് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. അവർ നമ്മളെന്താ ചെയ്യാറുണ്ട്? പ്രൊവോക്ക് ചെയ്യാറുണ്ട് അല്ലേ, കുറേ കാര്യങ്ങൾ നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആര്? മദർ സീഗൾ. അപ്പോൾ ഇതിൽ വേറൊരു ക്യാരക്ടർ ഉള്ളതാണ്, നമ്മുടെ ഹീറോ ആരാണ്? യങ് സീഗളാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് മദർ സീഗളിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ടത് ഇതൊരു മെയിൻ ക്യാരക്ടർ തന്നെയാണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതെന്ത് എഴുതണം? വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം മദർ സീഗളിൻ്റെ ക്യാരക്ടർ ട്രീറ്റ്സ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രീറ്റ്സ് എന്താണ്? ഫിസിക്കൽ അപ്പിയറൻസ് ഒന്നും കൊടുത്തിട്ടില്ല, വൈറ്റ് കളറാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ് കോമൺ ആയിട്ട്. അതല്ലാതെ സ്പെഷ്യലായിട്ട് ഫിസിക്കൽ അപ്പിയറൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അതിനുശേഷം അവരുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. സ്റ്റോറിയിൽ എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ക്യാരക്ടർ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ ആ സ്റ്റോറി വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ക്യാരക്ടർ ഇങ്ങനെയാണ്, മോട്ടിവേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ കറേജിയസ് ആണ്, ബ്രേവ് ആണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റോറി വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക. ആ കാര്യങ്ങൾ ക്യാരക്ടർ സ്കെച്ചിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മദർ സീഗൾ എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ
എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം മദർ സീഗളിന്റെ ക്യാരക്ടർ സ്കെച്ച്. ദ മദർ സീഗൾ ഇൻ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഈസ് എ സ്ട്രോങ് ആൻഡ് കെയറിംഗ് ക്യാരക്ടർ. ആദ്യം തന്നെ എന്ത് പറഞ്ഞു? സ്ട്രോങ് ആണ്, കെയറിംഗ് ആണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു അല്ലെ. സ്ട്രോങ് ആണ്, കെയറിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ. യൂസസ് ടഫ് ലവ് ടു ഹെൽപ്പ് ഹെർ യങ് സീഗൾ ലേൺ ടു ഫ്ലൈ. അപ്പോൾ ഇനി എന്താ പറഞ്ഞത്? ഷീ യൂസസ് ടഫ് ലവ്. ടഫ് ലവ് ആണ് അവൾ യൂസ് ചെയ്യുന്നത്. ടഫ് ലവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണോ മദർ സീഗൾ? അതിൽ നമ്മുടെ യങ് സീഗളിനെ ഒത്തിരി കൊണ്ടുപോയി കൊഞ്ചിച്ച് അങ്ങനെയാണോ നോക്കുന്നത്? അല്ല, ഒരു ടഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ ഒരു ടഫ് ലവ് ആണ് അവർക്കുള്ളത്. അത് യൂസ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യുന്നു? ടു ഹെൽപ്പ് ഹെർ യങ് സീഗൾ ലേൺ ടു ഫ്ലൈ. ആ ഒരു യങ് സീഗളിനെ പറക്കാൻ വേണ്ടിയിട്ട്, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടഫ് ലവ് അവർ യൂസ് ചെയ്യുന്നത്. When her son is too scared to fly, she doesn't just comfort him. അല്ലേ, ആ ഒരു മകൻ യങ് സീഗള് വളരെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. സ്കാഡ് ടു ഫ്ലൈ അല്ലെ, പേടിച്ചിട്ടാണ്, പറക്കാനായിട്ട് പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു സമയത്ത് ഷീ ഡസൻറ്റ് ജസ്റ്റ് കംഫർട്ട് ഹിം അല്ലെ, അവനെ കംഫർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. മദർ സീഗള് പോയിട്ട് കുഴപ്പമില്ല, നിനക്ക് പറക്കാൻ പറ്റുമെന്ന് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുകയല്ല ചെയ്യുന്നത്. പകരം എന്താണ്? ഒരു ത്രെറ്റനിങ് പോലെ പറയുന്നുണ്ട് അല്ലേ. സ്റ്റാർവ് ടു ഡെത്ത് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ലെഡ്ജിൽ നീ പട്ടിണി കിടന്ന് മരിക്കും എന്ന് പറയുന്നുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു ലെഡ്ജിൽ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്? ജസ്റ്റ് കംഫർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് പകരം ഷീ കീപ്സ് ഫുഡ് അവേ ഫ്രം ഹിം ടു മേക്ക് ഹിം സോ ഹംഗ്രി ദാറ്റ് ഹി ഹാസ് ടു ട്രൈ ഫ്ലൈയിങ് ടു ഗെറ്റ് ഇറ്റ്. അപ്പോൾ എന്താ പറയുന്നത്? കംഫർട്ട് ചെയ്യാതെ അവർ എന്താണ് ചെയ്യുന്നത്? പകരം ഇൻസ്റ്റെഡ് ഷീ കീപ്സ് ഫുഡ് അവേ ഫ്രം ഹിം അല്ലെ, അവനിൽ നിന്ന് ഫുഡ് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഫുഡും കൊണ്ട്, പീസ് ഓഫ് ഫിഷും കൊണ്ട് പറന്ന് വന്നിട്ട് നേരെ അവൻ്റെ വായിലേക്ക് കൊണ്ടുവയ്ക്കുകയല്ല ചെയ്യുന്നത് അല്ലെ. ഒരു കറക്റ്റ് ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് അവൻ ആ ഒരു ഔട്ട് ഓഫ് ഹിസ് റീച്ച് അല്ലെ, അവൻ എത്തുന്നതിനും പുറത്തായിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫുഡ് അവരിൽ നിന്ന് അകറ്റി വെക്കുമ്പോൾ, അങ്ങനെ വെച്ചുകൊണ്ട് ടു മേക്ക് ഹിം സോ ഹംഗ്രി, അങ്ങനെ അവനെ ഒത്തിരി വിശപ്പുള്ളവനാക്കി മാറ്റിയിട്ട് ദാറ്റ് ഹി ഹാസ് ടു ട്രൈ ഫ്ലൈയിങ് ടു ഗെറ്റ് ഇറ്റ്, അവനെ പറക്കാൻ ശ്രമിച്ചേ പറ്റൂ. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു ഫുഡ് കിട്ടണമെങ്കിൽ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അവനെ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ദിസ് ഷോസ് ഷീ നോസ് വാട്ട് ഹി നീഡ്സ് ടു ഓവർകം ഹിസ് ഫിയർ. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ്? മദറിന് അറിയാം, ഷീ നോസ് വാട്ട് ഹി നീഡ്സ് ടു ഓവർകം ഹിസ് ഫിയർ. അവൻ്റെ പേടിയെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ട് മദർ സീഗളിന് നന്നായിട്ട് അറിയാമെന്നുള്ളൊരു കാര്യമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷീ ഈസ് ഓൾസോ വെരി ക്ലെവർ. എങ്ങനെയാണ്? അവൾ വളരെ ബുദ്ധിമതിയാണ്. കാരണം എന്താണ്? ഷീ നോട്ടീസസ് ദാറ്റ് ഹെർ സൺ ഈസ് ഡെസ്പറേറ്റ് ഫോർ ഫുഡ് ആൻഡ് യൂസസ് ദിസ് ടു പുഷ് ഹിം ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ എന്ത് കാണുന്നുണ്ട്? മദർ കാണുന്നുണ്ട്. ഷീ നോട്ടീസസ്, അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ്? ഹർ സൺ ഈസ് ഡെസ്പറേറ്റ് ഫോർ ഫുഡ്, ഫുഡിന് വേണ്ടി അത്രത്തോളം ഡെസ്പറേറ്റ് ആയിട്ടാണ് അവൻ ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മദർ നോട്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ കാലിൽ നിന്ന് ആ ഒരു അടിയിൽ വെച്ചിട്ട് ആ ഒരു ഫിഷൊക്കെ ഇങ്ങനെ കഴിച്ച് ടോൾ ചെയ്തിട്ട് അല്ലേ, കീറി മുറിച്ച് അവൾ കഴിക്കുമ്പോൾ അവളുടെ ബീക്കൊക്കെ അവിടെ റബ്ബ് ചെയ്യുമ്പോഴൊക്കെ അവൾ ശ്രദ്ധിക്കുന്നുണ്ട് മകൻ വളരെ വിശന്നിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ആൻഡ് യൂസസ് ദിസ്, ഈ ഒരു കാര്യം അവൾ യൂസ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട്? ടു പുഷ് ഹിം ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ആദ്യത്തെ ആ ഒരു പറക്കലിലേക്ക് അവനെ തള്ളിവിടാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം അവൾ യൂസ് ചെയ്യാണ്. ഇവൻ വളരെ വിശന്നിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അവർ മദർ സീഗൾ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യാണ്. ഷീ ഹോൾഡ്സ് എ പീസ് ഓഫ് ഫിഷ് ജസ്റ്റ് ഔട്ട് ഓഫ് ഹിസ് റീച്ച് മേക്കിംഗ് ഹിം സോ ഹംഗ്രി ദാറ്റ് ഹി ഫൈനലി ജംപ്സ് ഓഫ് ദ ലെഡ്ജ് ടു ഗെറ്റ് ഇറ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഷീ ഹോൾഡ്സ് എ പീസ് ഓഫ് ഫിഷ്, ഒരു പീസ് ഓഫ് ഫിഷ് അവർ ഹോൾഡ് ചെയ്യുന്നു. എവിടെയാണ്? ഔട്ട് ഓഫ് ഹിസ് റീച്ച് അല്ലെ, അവൻ എത്തുന്നതിനും ദൂരെയായിട്ടാണ് അത് ഹോൾഡ് ചെയ്യുന്നത്. മേക്കിംഗ് ഹിം സോ ഹംഗ്രി. അപ്പോൾ അങ്ങനെയും കൂടെ ആകുമ്പോൾ എന്താണ്? മേക്കിംഗ് ഹിം സോ മാഡ് അല്ലെ, ആ ഒരു ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അത്രത്തോളം വിശന്ന് അവൻ എന്ത് ചെയ്യുന്നു? ദാറ്റ് ഹി ഫൈനലി ജംപ്സ് ഓഫ് ദ ലെഡ്ജ്, ആ ഒരു ലെഡ്ജിൽ നിന്ന് അവൻ ചാടുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു ഗെറ്റ് ഇറ്റ്, ആ ഒരു ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ചാടുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് അവനെ പ്രൊവോക്ക് ചെയ്തിട്ട് ആ ഒരു ലെഡ്ജിൽ നിന്ന് ചാടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ മദർ സീഗൾ ശ്രമിക്കുന്നുണ്ട് അല്ലേ. ഷോസ് ഹെർ സ്മാർട്ട് വേ ഓഫ് തിങ്കിങ് അല്ലേ, അത്രത്തോളം സ്മാർട്ട് വേ ഓഫ് തിങ്കിങ് ആണ് അവിടെ ഷോ ചെയ്യുന്നത്, അവിടെ കാണിക്കുന്നത്. ആ ഒരു കാര്യമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അവർ വളരെ സ്മാർട്ടാണ്, ഇത്രത്തോളം ക്ലെവർ ആണ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ഹെർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് മോട്ടിവേറ്റ്സ് ഹിം, അവനെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നു അല്ലേ. മദർ സീഗളിന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈവൻ ദോ ഷീ ഈസ് ടഫ് ഷീ ഓൾസോ സപ്പോർട്ട്സ് ഹെർ സൺ. അപ്പോൾ വളരെ ടഫായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും എന്താണ് ചെയ്യുന്നത്? മകനെ അവിടെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബൈ ടീസിങ് ഹിം വിത്ത് ഫുഡ് ആൻഡ് ബീയിങ് ദാറ്റ് ടു വാച്ച് ഹിം. അപ്പോൾ ടീസ് ചെയ്യുകയാണ് അല്ലേ, അവനെ എന്താ ടീസ് ചെയ്ത് വിളിക്കുകയാണ് ഫുഡിന് വേണ്ടിയിട്ട്. ആൻഡ് ബീയിങ് ദാറ്റ് ടു വാച്ച് ഹിം, അവനെ അവിടെ നിന്നിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ ഇങ്ങനെ എന്താണ് കാലിൻ്റെ അടിയിൽ വെച്ചിട്ട് അത് കൊത്തി വലിച്ച് കഴിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് അല്ലേ. ഷീ ഷോസ് ദാറ്റ് ഷീ ബിലീവ്സ് ഇൻ ഹിസ് എബിലിറ്റി ടു ഫ്ലൈ. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? അവർക്കൊരു വിശ്വാസമുണ്ട് യങ് സീഗളിന് പറക്കാൻ
പറക്കാനുള്ള എബിലിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു എബിലിറ്റിയിലുള്ള അവളുടെ വിശ്വാസമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദിസ് ബിലീഫ് helps him gain confidence. അപ്പോൾ ഈ ഒരു വിശ്വാസമാണ് അവന് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. her actions teach him to be independent and face his fears. അവളുടെ ആക്ഷൻസ് എന്താണ് അവനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവൻ്റെ ഫിയേഴ്സ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇൻ ഷോർട്ട്, അപ്പോൾ എല്ലാം ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ദ മദർ സീഗൾ ഈസ് വൈസ്, അല്ലെ, ബുദ്ധിയുള്ളതാണ്, ആൻഡ് സ്ട്രോങ് ക്യാരക്ടറും കൂടെയാണ്. ഷീ ഹെൽപ്സ് ഹെർ സൺ ലേൺ ടു ഫ്ലൈ ബൈ ബീങ് ടഫ് ബട്ട് സപ്പോർട്ടീവ്. അപ്പോൾ ടഫായിട്ടും സപ്പോർട്ടീവായിട്ടും ഇരുന്നിട്ടാണ് അവളുടെ സണ്ണിനെ പറക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. പുഷിങ് ഹിം ടു ബി ബ്രേവ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ കുട്ടിയെ ബ്രേവായിട്ടും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്നു, അതിന് അവളെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് അതിന് വേണ്ടി പ്രൊവോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മദേഴ്സ് ഈഗിളിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നമ്മൾ സ്റ്റോറിയിൽ നിന്നും ആ ഒരു ഇൻസ്റ്റൻസസ് ഒക്കെ നമ്മൾ പിക്ക് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും സിറ്റുവേഷനും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ട്.